നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാട് മതിലകം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരിപ്പിച്ചു. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. കാഞ്ഞാണി ആനക്കാട് പൊതുശ്മശാനം റോഡിന്റെ മുഴുവൻ ഭാഗവും ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തേക്ക് 17,71,77,627 രൂപ വരവും 17,32,20,569 രൂപ ചിലവും 39,57,57,058 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് NC സതീഷ് അവതരിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ യോഗത്തിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ പി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VR ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ മെമ്പർ സലിജ സന്തോഷ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ മെമ്പർ KP സന്ദീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മദനമോഹനൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ക്ഷേമത്തിനും ശുചിത്വം, മാലിന്യ സംസ്കരണം, പാർപ്പിടം, കൃഷി എന്നിവയ്ക്കും മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ പാർപ്പിട മേഖലയായാലും SC മേഖലയായാലും എല്ലാ മേഖലയ്ക്കും സമ്പൂർണ്ണ പദ്ധതികളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ലോകത്തിന് മാതൃകയാകുന്നു. സമസ്ത മേഖലകളിലും കേരളം തനതായ മുന്നേറ്റം നടത്തുകയാണ്. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ പൊട്ടുവെള്ളരി വിളവെടുത്തു. പെരിഞ്ഞനം 3-ാം വാർഡിൽ 50 സെന്റ് വരുന്ന സ്ഥലത്താണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്തത്. പതിവ് പോലെ ഇത്തവണയും മികച്ച വിളവാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജോർജ് അതിയുന്തൻ. ഇതോടൊപ്പം ജോർജ് വിവിധ പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നുണ്ട്. ET ടൈസൺ MLA പൊട്ടുവെള്ളരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം സായിദ മുത്തുക്കോയ തങ്ങൾ, കൃഷി ഓഫീസർ PA നാനു, കൃഷി അസിസ്റ്റന്റ് സ്വാതി കൃഷ്ണ, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 42,20,70,000 രൂപ ചെലവും 42,62,881 രൂപ വരവും 41 ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 27 കോടിയും, പട്ടികജാതി മേഖലയ്ക്ക് 2,20,00,000, സേവന മേഖലയ്ക്ക് 2,74,00,000 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 94 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 96 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് സെക്രട്ടറി K മധുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PH നിയാസ്, AP സ്നേഹലത, KA ഷിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാമ്പത്തിക ഞെരുക്കവും പദ്ധതി പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതിനിടയിൽ നമ്മുടെ വിഭവങ്ങളെയും നൈപുണ്യമുള്ള തൊഴിൽ സേനയെയും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലപ്പാട് GDM LP സ്കൂളിൽ 3 ദിവസമായി നടന്നുവരുന്ന സമേതം കഥാ കവിതാ ക്യാമ്പ് സമാപിച്ചു. വാക്കും വരയും എന്ന വിഷയത്തിൽ ചിത്രകാരൻ TM അസീസും, കുഞ്ഞുണ്ണി കവിതകൾ എന്ന വിഷയത്തിൽ ഉഷ കേശവരാജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. GDM സ്കൂൾ ഹെഡ്മാസ്റ്റർ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ TA അസീസിനെ സമാപന യോഗത്തിൽ ആദരിച്ചു. ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മുൻ പ്രധാനാധ്യാപകൻ CK കുട്ടൻ മാസ്റ്റർ, വലപ്പാട് ഉപജില്ലാ വികസന സമിതി എക്സിക്യൂട്ടീവ് അംഗം NA അനുരാഗ്, PTA പ്രസിഡന്റ് ഷാനുജ നിതീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ MA ശ്രീദേവി, ഷാനി അസീസ്, CB സുബിത എന്നിവർ സംസാരിച്ചു. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇവരെ
എന്തു പറഞ്ഞ് മനസ്സിലാക്കിക്കും, ഇവർ നമ്മളെ എങ്ങനെ പറഞ്ഞാൽ നോക്കിയിരുത്താം എന്നൊക്കെ, ശ്രദ്ധ കൊണ്ടുവരാം എന്നൊക്കെ. പലപ്പോഴും രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ വലിയ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമ്മൾ ട്രെയിൻഡാണ്. എന്നാൽ കുട്ടികളെ കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ടത് പറയുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലിയാണ്. അതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാർന്നതാണ്. ഇപ്പം എൻ്റെ സഹോദരി ഒരു അധ്യാപികയാണ്. നെറ്റും സെറ്റും എല്ലാം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതലായും പ്രവർത്തിച്ചു വന്നിരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിരുന്നു. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീത കലാപരിപാടികൾ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മണലൂർ ഗോപിനാഥും സംഘവും അവതരിപ്പിച്ച ഓട്ടം തുള്ളൽ, തുടർന്ന് സംഗീത നൃത്ത കലാപരിപാടികളും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് AP സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് AG, ട്രഷറർ അനീഷ് AS, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ 14-നും 15-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയ ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ ബ്ലോക്ക് തല പരിപാടി വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് IN അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സുജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന രാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KB സുധ, TP സോമൻ, ഹസീന താജു, ഷൈന മുഹമ്മദ്, KR സന്തോഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രുതി അജിത്, PB നിലീഷ്, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ A തങ്കമ്മ, സൂപ്രണ്ട് ഡോക്ടർ സുജ KT വിഷയാവതരണം നടത്തി. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്നും പിന്മാറുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ BKMU മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം പ്രസിഡന്റ് PV ഗിരീഷ് അധ്യക്ഷനായി. TC മോഹനൻ, PS ജയൻ, CP ജോൺസൺ, അംബിക ജോർജൻ, ശിവൻ വാഗ, രജീഷ്, പ്രമിള ടീച്ചർ എന്നിവർ സംസാരിച്ചു.
വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടന്നു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, തുടർന്ന് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി മുരളി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി AP ഗിരിജാശങ്കർ, ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി രാജീവ് AB, മാനേജർ ഷീജ ബാബു, ഭരണസമിതി അംഗങ്ങളായ രഞ്ജിത്ത് AM, രജിത് കുമാർ AA എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. വലപ്പാട് ലയൺസ് ക്ലബിന്റെ ഹോം ഫോർ ഹോംലെസ് പ്രോജക്ടിന്റെ ഭാഗമായി ഇളംകുന്നപ്പുഴ ഔസേപ്പിന്റെ ഭാര്യ ത്രേസ്യയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കി താക്കോൽ കൈമാറി. ലയൺസ് 2nd ഡിസ്ട്രിക്ട് ഗവർണർ അഷറഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് അധ്യക്ഷയായി. സെക്രട്ടറി ഡോക്ടർ PK സുദർശൻ, ഡിസ്ട്രിക്ട് ലേഡി സെക്രട്ടറി ആനി ജോസഫ്, സോൺ ചെയർപേഴ്സൺ ജോസഫ്, രജനി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ശോഭന കുമാർ, അജിത് പ്രസാദ്, ജോൺ, ഉണ്ണികൃഷ്ണൻ, മേരി, പ്രീതി, സന്തോഷ് എന്നിവർ സംസാരിച്ചു. എപ്പോഴും വലപ്പാട് ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ക്ലബ്ബാണ്. കാരണം ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2016-17 ആരംഭിച്ച ക്ലബ്ബാണ്. ഇതിനു മുന്നേ തന്നെ ഈ പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായിട്ട് വീടുകൾ വെച്ച് നൽകുന്നതിൽ വളരെ മുന്നോട്ട് പ്രവർത്തിച്ചിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് വലപ്പാട് ലയൺസ് ക്ലബ്ബ്. കാഞ്ഞാണി പാന്തോട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി സുദർശൻ നാരായണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവാറുണ്ടെന്നുള്ളത് വലിയൊരു നിമിത്തമാണ്, വലിയൊരു ഭാഗ്യമാണ്. പലപ്പോഴും നമ്മളിവിടെ ഉണ്ടാവാറില്ല. യാത്രകളിലായിരിക്കും, ജോലിയായിരിക്കും, ഷൂട്ടിംഗ് ആയിരിക്കും, സിനിമയുടെ മറ്റ് പക്ഷേ പഴങ്ങാപ്പറമ്പിലെ ഏത് കാര്യത്തിനും ഭഗവാൻ നമ്മളിവിടെ കൊണ്ടെത്തിക്കും. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ ഇതിന് തൊട്ടടുത്താണ് താമസിക്കാൻ തുടങ്ങിയ വർഷം ഞാനിതിൻ്റെ രക്ഷാധികാരിയായിട്ട് സ്ഥാനമായിട്ടെടുത്തതിന് ശേഷം ഇവിടെ വന്നൊരു ചടങ്ങിൽ ഞാൻ പറഞ്ഞു, ഐശ്വര്യമുണ്ട്. കാര്യം അവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത സിനിമ തന്നെ ഒരു സൂപ്പർ ഹിറ്റായിരുന്നു, ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നുള്ള സിനിമയായിരുന്നു. പഴങ്ങാപ്പറമ്പ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. 3 പതിറ്റാണ്ടായി ക്ഷേത്രത്തിലെ അടിയന്തര പ്രവർത്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറുശ്ശേരി കുട്ടന്മാരാരെ ചടങ്ങിൽ ആദരിച്ചു. രാംകുമാർ കാട്ടാനിൽ, പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഹരിനാരായണൻ, രാകേഷ് എന്നിവർ സംസാരിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാഹുൽ കൃഷ്ണൻ, അനീഷ് പെരിങ്ങാട്ട്, വിലാസിനി രാധാകൃഷ്ണൻ, അഖിൽ കൃഷ്ണൻ, നിർമ്മൽ നാരായണൻ, മണികണ്ഠൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
തളിക്കുളം തണ്ടയാംപറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ നടതുറയ്ക്കൽ, വൈകിട്ട് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു മുഖ്യ കാർമ്മികനായി. നിരവധി പേർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തണ്ടയാംപറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ ചാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ എത്ര കണ്ട് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചികിത്സാ വകുപ്പുമായി ബന്ധപ്പെടുത്തി സംഘടിപ്പിക്കപ്പെട്ടുള്ള ക്യാമ്പ് എന്തുകൊണ്ടും നമ്മൾ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ വൈകിപ്പോയോ എന്നൊരു സംശയം മനസ്സിൽ കിടന്നു. കാരണം ആരോഗ്യരംഗത്തൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കൊറോണ മുതൽ അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ മേഖലയിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും. അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ നടപടികൾ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വളരെയേറെ മെച്ചപ്പെട്ട ചില സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ കിടന്നത്. അത് പറയാനുള്ളൊരു അവസരം മനസ്സിൽ കയറി വന്നത് ഇപ്പോഴും ഈ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതി പലരും പറയുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ പൊതുവെ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും പരിശോധിച്ചാൽ വളരെ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരൊക്കെ ചില വേദികളിൽ പിടഞ്ഞു വീണ്ടും മരിക്കുക എന്നൊരു അനുഭവം കൂടി നമ്മുടെ രംഗത്തുണ്ട്. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷയായി. ഭാരതീയ ചികിത്സാ വകുപ്പ് നാട്ടിക മണ്ഡലം കൺവീനർ ഡോക്ടർ സുനന്ദ വി, ഡോക്ടർ മുഹമ്മദ് റഫീഖ്, നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും പ്രസിഡന്റുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് കാർഡ് വിതരണം, നേത്രപരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, ഔഷധ സസ്യ പ്രദർശനം, വിതരണം, ആയുഷ് പദ്ധതികളുടെ പ്രദർശനം, ഫ്ലാഷ് മോബ് എന്നിവ നടത്തി. ആരോഗ്യകരമായ ഭക്ഷണം ഉൾപ്പെടുത്തി ഫുഡ് എക്സ്പോ, പാചക മത്സരം, യോഗ, ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു. ചതിക്കുഴികളിൽ അവർ പെട്ടുപോവുകയും ഇങ്ങനെയുള്ള ലഹരി പോലുള്ള പ്രശ്നങ്ങളിൽ അവർ അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ മാതാപിതാക്കൾ ഉണരേണ്ട സന്ദർഭം അതിക്രമിച്ചു കഴിഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തലൂർ ശിവക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായി ഗിരീഷ് മാത്തുകാട്ടിൽ, അംഗങ്ങളായി പ്രവീൺ ചെറുകര, ER വാസു, സരിത ഗണേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ആലപ്പാട് മടത്തുംപടി ശ്രീവനശസ്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളഭാഭിഷേകവും ഭക്തിസാന്ദ്രമായി.
രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, ഉപദേവന്മാർക്ക് കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് ഭഗവാന്റെ പുറത്തേക്കെഴുന്നള്ളിപ്പ് നടന്നു. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. അച്യുതൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രിമാരായ പുന്നപ്പള്ളി മന രവി തിരുമേനി, ഉണ്ണികൃഷ്ണൻ തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം പ്രസാദവൂട്ടുണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൺ കരുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരം കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തളിക്കുളം കളപ്പുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആണ്ടിക്കോൾ മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, മുത്തപ്പന് കളം, പ്രസാദവൂട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് കളം, ദീപാരാധന, നിറമാല, അത്താഴപൂജ എന്നിവ നടന്നു. തുടർന്ന് താലമേള വാദ്യഘോഷത്തോടെ ദേവിക്ക് കളമെഴുന്നള്ളിപ്പ് നടന്നു. പുലർച്ചെ ഗുരുതിയോടുകൂടി ഉത്സവാഘോഷത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KS ദിലീപ്, സെക്രട്ടറി KG മോഹനൻ, ട്രഷറർ KU പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടന്നു. പുതുക്കുളങ്ങരയിലുള്ള ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PA മേരി ടീച്ചർ, VG പ്രസന്നകുമാരി ടീച്ചർ, KN വിമല ടീച്ചർ, BN ജയാനന്ദൻ, TK ഹരിദാസ്, TC റീത്ത ടീച്ചർ, NR പ്രകാശൻ, MV മോഹനൻ, AK വത്സ, അജിത് കുമാർ, NK വിജയകുമാർ, TR ശശികല ടീച്ചർ, ED ആശാലത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കമ്മിറ്റി അംഗം K ശ്യാമളാദേവിയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MV മധു, സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ NAP സുരേഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക, DR കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം പാസാക്കി. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിന്ദാബാദ്, 34ാം ബ്ലോക്ക് സമ്മേളനം സിന്ദാബാദ്, 34ാം ബ്ലോക്ക് സമ്മേളനം സിന്ദാബാദ്. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. തൃപ്രയാർ VB മാൾ തിയേറ്ററിലാണ് 3 ദിവസങ്ങളിലായി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. സംവിധായകൻ ദീപക് ഡിയോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ സുഷിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ സജിത ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമം ഏറ്റുവാങ്ങി. ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട്, VR പ്രഭ, TP സോമൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സന്തോഷ് തലാപ്പിള്ളി, AV പ്രദീപ് ലാൽ എന്നിവർ സംസാരിച്ചു.
ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രമായി ദീപക് ഡിയോൺ സംവിധാനം ചെയ്ത പ്രൈവറ്റ് എന്ന സിനിമ പ്രദർശിപ്പിച്ചു. സിനിമയ്ക്ക് ശേഷം സംവിധായകനുമായി അഭിമുഖം സംഘടിപ്പിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട് അധ്യക്ഷനായി. അടുത്ത വരാൻ പോകുന്ന 2 മണിക്കൂറും 16 മിനിറ്റും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ഇൻട്രാക്ഷൻ സെഷൻ കൂടെ ഉണ്ട്. അപ്പോൾ എന്നെ അതിലധികം സഹിക്കേണ്ടതുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും ഒരു നല്ല ഉദ്ഘാടന ധർമ്മം എന്ന് തോന്നുന്നു. എന്തായാലും സ്ക്രീനിങ്ങിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, വിശദമായിട്ട് സംസാരിക്കാം. ജനചിത്ര ഫിലിം സൊസൈറ്റി നടത്തുന്ന തൃപ്രയാർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ 12ാമത് എഡിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. വലപ്പാട് കരിങ്ങാട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, കലശാഭിഷേകം, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, പറനിറയ്ക്കൽ, പൊങ്കാല, നിവേദ്യ പൂജ, അത്താഴപൂജ, തായമ്പക, മംഗളപൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് വത്സൻ കരിങ്ങാട്ടിൽ, സെക്രട്ടറി ജ്യോതിഷ് കരിങ്ങാട്ടിൽ, രക്ഷാധികാരികളായ ഗോപി, അശോകൻ, ധർമ്മൻ, മോഹനൻ, വാസുദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2026 നടക്കുന്ന നിയമസഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അപാകത പരിശോധനയും മുന്നൊരുക്കവും ആരംഭിച്ചു. പെരിങ്ങോട്ടുകര നടന്ന യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ കാര്യങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ വിശദീകരണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ജോസ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഹബീബുള്ള, ജോസഫ് TC, ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ, അലി സഗീർ, മാധവൻ നായർ, പുഷ്പാങ്കദൻ മാരാത്ത്, സുബൈർ ശാന്തിപുരത്ത്, പ്രമോദ് കണിമംഗലത്ത്, ഡെയ്സി പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച് 4 വർഷമായി തകർന്നു കിടക്കുന്ന കാഞ്ഞാണി ആനക്കാട് പൊതുശ്മശാനം റോഡിന്റെ മുഴുവൻ ഭാഗവും ടാർ ചെയ്യുക, ആനക്കാട് റോഡിലൂടെയുള്ള യാത്രാക്ലേശം ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആനക്കാട് നിവാസികൾ മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, മെയ് മാസത്തിനുള്ളിൽ ഈ വഴി നിങ്ങൾക്ക് പഴയ രീതിയിൽ ടാർ ചെയ്ത് ഈ പൊളിച്ച ഭാഗം തരും എന്ന് അന്ന് ആൾ പറഞ്ഞു. അതിനുശേഷം ഈ പണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു തീരുമാനവും യാതൊരു പ്രവൃത്തിയും ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം പറഞ്ഞു 10 ലക്ഷം റുപ്യ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഈ റോഡിൻ്റെ നവീകരണത്തിനായിട്ട് 10 ലക്ഷം റുപ്യ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് കൊണ്ട് എന്തായാലും ഡിസംബർ 31 റോഡ് ടാർ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ പണി തീർക്കണം, അപ്പോൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ വരണേക്കാൾ മുമ്പ് പണികളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കോൺട്രാക്ടറുകാരൻ ഇതിൻ്റെ പാച്ച് വർക്കിന് വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇലക്ഷൻ്റെ ട്രെൻഡ് പ്രകാരം അത് വർക്ക് ചെയ്താൽ വോട്ട് തിരിയുമെന്ന് വിചാരിച്ചിട്ട് അവനെക്കൊണ്ട് പണി നിർബന്ധപൂർവ്വം ചെയ്യിക്കാതിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ഇതേവരെ ഈ റോഡ് ടാറിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 10 ലക്ഷത്തിന് പകരം വീണ്ടും 10 ലക്ഷം കൂടി അനുവദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം അനുവദിച്ചത് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ. ഈ 400 മീറ്റർ ദൂരം ചെയ്യുമ്പോൾ അതിനൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 7 അടി ചെയ്യും, 3 അടി വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കല്ല് വിരിച്ചിരിക്കുന്നത് 7 അടി വീതിയിലാണ് കല്ല് വിരിച്ചിരിക്കുന്നത്. ഈ 7 അടി വീതിയിൽ കല്ല് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാറിങ് ചെയ്താൽ ശരിയാവില്ല. കാരണം മറ്റോരും കൂടി ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് റോഡ് നിന്ന് കഴിഞ്ഞാൽ റോഡിന് ലൈഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേമാതിരി ഒരേ വീതിയിൽ റോഡ് പണിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സെൻട്രൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടികൾ മുഴുവൻ ഇതിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ 2 അംഗൻവാടികളുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധ നിരന്തരം ആൾക്കാർ അത്രയും സ്കൂൾ ബസ്സുകൾ ഒരു 10-14 വണ്ടികൾ 2 നേരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ 2 ലെവലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിനൊരു ലൈഫ് ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ പഴയ ഉണ്ടായിരുന്ന കണ്ടീഷനിൽ അത്ര രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കണം എന്നുള്ളതാണ്. ഒരു സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും ഒരു വഴിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ പഴയ രീതിയിലുള്ള റോഡിൻ്റെ വീതി കൂട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.
ആനക്കാട് 110 സബ്സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മണലൂർ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നു. നിലവിലുള്ള റോഡ് 410 മീറ്ററിൽ ഫുൾ ടാറിംഗ് നടത്താമെന്നും ബാക്കിയുള്ള ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ആനക്കാട് ശ്മശാനം റോഡിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. അതിപ്പോൾ കരാറുകാരും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കായതുകൊണ്ട് ഇത് പ്രയാസം തന്നെയായിരുന്നു. പക്ഷെ അത് പരിഹരിച്ച് പോകാൻ തന്നെയാണ് ഇന്നത്തെ കമ്മിറ്റിയിലെ തീരുമാനം. ഈ ഒരു യോഗത്തിൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി കരാറുകാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കരാറുകാരും സംയുക്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് യോഗം അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും 420 മീറ്ററോളം ഏകദേശം ആ വർക്ക് വരുന്നുണ്ട്. അത് പൂർത്തിയാക്കാനാണ് ഇന്നിപ്പോൾ ഇവിടെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ട്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ റോഡ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. പക്ഷേ അത് മുഴുവനായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ പ്രശ്നങ്ങളും വേറെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആനക്കാട് റോഡിൻ്റെ ഈ ടെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കരാറുകാരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാനാണ് ഇന്ന് എടുത്ത തീരുമാനത്തിൻ്റെ ഒരു ഇതെന്ന് പറയാനായിട്ടുള്ളത്. ഡേവിഡ് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രോജക്ടിന്റെ ഭാഗമായി ഒല്ലൂർ ലയൺസ് ക്ലബ് ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിലേക്ക് 2 സൈക്കിളുകൾ നൽകി. ലയൺസ് ക്ലബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ സീനി സൈക്കിളുകൾ ഏറ്റുവാങ്ങി. പീതാംബരൻ രാരമ്പത്ത് അധ്യക്ഷനായി. ബിജു പൊറത്തൂർ, NJ ഡിവിച്ച്, RA പീറ്റർ, ഭരതൻ, അഡ്വക്കേറ്റ് VJ പ്രശോഭ്, അഡ്വക്കേറ്റ് വിജയോ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാ ഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. താന്യം പഞ്ചായത്തിലെ ആര്യവീട്ടിൽ സന്തോഷ് ഭാര്യ മണിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ ദേവചൈതന്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് പാതാരത്ത് അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകാര്യ വാഹക് ബാലഗോപാൽ താക്കോൽദാനം നിർവഹിച്ചു. സേവാഭാരതി ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ ഡോക്ടർ ഗ്രീഷ്മ, ജ്യോതികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി താന്യം യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകി. ആംബുലൻസിനടിയിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിക്ക് രക്ഷകരായി ആക്ട്സ് പ്രവർത്തകരും ഫയർഫോഴ്സും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് തൃപ്രയാർ ആക്ട്സ് ആംബുലൻസിന്റെ അടിയിൽ പൂച്ചക്കുട്ടി അകപ്പെടുന്നത്. എന്നാൽ ആംബുലൻസ് ജീവനക്കാരും വോളണ്ടിയേഴ്സും കാണുന്നത് വൈകിട്ടോടെയാണ്. ഉച്ച മുതൽ പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നുവെങ്കിലും വണ്ടിക്ക് താഴെയാവുമെന്നാണ് കരുതിയിരുന്നത്. വൈകിട്ട് കരച്ചിൽ വീണ്ടും കേട്ടപ്പോൾ ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് വാഹനത്തിന്റെ ഡീസൽ ടാങ്കിനും ബോഡിക്കുമിടയിൽ കുടുങ്ങിയ നിലയിൽ കാണുന്നത്. പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് രാത്രി 10 മണിയോടെ നാട്ടിക ഫയർഫോഴ്സ് ആംബുലൻസ് എത്തിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ 1 മണിക്കൂറോളം പരിശ്രമിച്ചു. തുടർന്ന് ഡീസൽ ടാങ്ക് അഴിച്ചു ഒരു ഭാഗത്തുകൂടി തള്ളി നീക്കി. തുടർന്ന് ആക്ട്സ് വോളണ്ടിയറായ വൈഭവ് വാഹനത്തിന്റെ അടിയിലേക്ക് കിടന്ന പൂച്ചക്കുട്ടിയെ പിടിച്ച് പുറത്തെത്തിക്കുകയായിരുന്നു. എന്നാൽ രക്ഷപ്പെട്ട പൂച്ചക്കുട്ടിയെ അവിടെ നിന്നും ഓടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാറിനടിയിലേക്ക് കയറി. പിന്നീട് ഫയർഫോഴ്സ് ജീവനക്കാർ ഇതിനെ രക്ഷപ്പെടുത്തി. ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും ആക്ട്സ് ഡ്രൈവർമാരായ ഷുബിൻ, കണ്ണൻ, ആക്ട്സ് വോളണ്ടിയേഴ്സ് ആയ വൈഭവ്, ആദർശ്, അമൽ, ആദിൽ, വൈഷ്ണവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. അപകടത്തിൽപ്പെടുന്നവരെയും രോഗികളെയും സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ആക്ട്സ് പ്രവർത്തകർ മനുഷ്യജീവൻ കൂടാതെ മൃഗങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ്. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണ കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാലയത്തിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമുചിതമായി ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സലീജ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പോലിയേടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി, AV ശ്രീവത്സൻ, ശാലിനി സന്ദീപ്, CL ജോബി, ബിജു അണ്ടേഴത്ത്, KB സ്വാഗത്, സെമി ജോജു, രാധാചന്ദ്രൻ, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, വെസ്റ്റ് EO
ബിജു PJ, പഞ്ചായത്ത് സെക്രട്ടറി ഒ ശോഭ, BPC ഡോക്ടർ ഉമാദേവി, MK സതീശൻ, KV രാജേഷ്, ജൂലി ജോസഫ്, ബാബു AB, ഷാഹുൽ അന്തിക്കാട്, പ്രധാനാധ്യാപിക CV സീന, സ്റ്റാഫ് സെക്രട്ടറി ലിജി ജോൺ, റിനി ജോസ് K എന്നിവർ പങ്കെടുത്തു. കൂടാതെ നമ്മുടെ +2 തുടങ്ങണം. നമ്മുടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ +2 തുടങ്ങുന്നതിന് ആവശ്യമായ കെട്ടിടം സൗകര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ അന്തിക്കാട് ഹൈസ്കൂള് വളരെയേറെ താല്പര്യം എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിന് +2ൻ്റെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഒരു +2 അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അന്തിക്കാടുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് നിങ്ങളോട് ഉറപ്പ് തരാനുള്ളത്. അതൊക്കെ നമ്മുടെ രേഖപ്രകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഗ്രൗണ്ടും അതുപോലെ തന്നെ +2 സ്കൂളും ഉണ്ടാക്കുക എന്നാണ് മനസ്സിലുള്ള ആഗ്രഹം. അത് പൂർണ്ണമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അത് നടപ്പാക്കാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള രക്ഷിതാക്കളും അതുപോലെ ജനപ്രതിനിധികളൊക്കെ വളരെയേറെ ശ്രദ്ധയോടെ ഒരുമിച്ച് നിന്നാൽ വലിയ വലിയ മാറ്റത്തോടെ നമുക്ക് ഈ പറയുന്ന അവസരം നേടിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് ഇത് അത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഇന്നലെയായിട്ട് 2 പ്രചരണമാണ് ബൈക്കിൽ കൂടെ, കാർ പ്രചരണം. ചില ഇത് ഉദ്ഘാടനം നടക്കാത്ത കാര്യം ഇതൊക്കെ വല്ല സെറ്റിൽമെൻറ്റിലാണെന്ന് പറയുന്ന ഒരു പാർട്ടിക്കാർ. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുന്നത് ചില പ്രത്യേക സ്വരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്ത് എത്ര സ്വരമുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം പറയുന്നവർ ചെയ്യാൻ താല്പര്യം കാട്ടണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടുകൂടി തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോർ നമ്മുടെ നാട്ടിലെ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരുടെയും സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സഹകരണ ബാങ്കും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോർ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ മരുന്നിന്റെ കാര്യത്തിലൊക്കെ തന്നെയായാലും വളരെയധികം വില വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ആ മരുന്ന് വാങ്ങാനുള്ള വിലയും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന കൂലിയിൽ നിന്ന് പിന്നെ മാറ്റിവെക്കാനൊന്നുമില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം സംരംഭങ്ങളിലൂടെ മരുന്നിന് ഇപ്പോൾ സന്തോഷം പറഞ്ഞു 15% വിലക്കുറവിലൂടെ മരുന്നുകൾ ലഭ്യമാക്കുന്നു. അതൊക്കെ വളരെ ആശ്വാസകരമായ ഒരു തീരുമാനങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മള് നാട്ടുകാർക്ക് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. പിന്നെ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു റിക്വസ്റ്റ് പോലെ പറയാനുള്ളത്, ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് അധ്യക്ഷനായി. സെക്രട്ടറി PS സിമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TK വാസു, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI ഷൗക്കത്തലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VV ബാബു, EVS സ്മിത്ത്, PP പ്രിയരാജ്, EPK സുഭാഷിതൻ, മണികണ്ഠൻ ആലയിൽ, PM അബ്ദുൽ ജബ്ബാർ, സുബിൻ നാസർ, ബാലൻ കൊപ്പര, PM ഖാദർ കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. നീതി മെഡിക്കൽസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നീതി ലാബിൽ നീതി നിരക്കുകൾക്ക് പുറമെ 2026 മാർച്ച് 15 വരെ പ്രത്യേക പാക്കേജുകൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് സെക്രട്ടറി PS സിമി അറിയിച്ചു. വീട്, കൃഷി, റോഡ് എന്നിവയ്ക്ക് മുൻഗണന നൽകി ചാഴൂരിൽ 31 കോടിയുടെ ബജറ്റ്. ചാഴൂർ പഞ്ചായത്തിൽ വീട് നിർമ്മാണത്തിനും കൃഷിക്കും പ്രാധാന്യം നൽകി 39,98,312 രൂപ വരവും 29,77,96,949 രൂപ ചെലവും 1,32,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-27 വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് TS ഷാജി അവതരിപ്പിച്ചു. വീട് നിർമ്മാണത്തിന് 2.13 കോടിയും റോഡ് നിർമ്മാണത്തിന് 2 കോടിയും കൃഷിക്ക് 1 കോടിയും
ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്ക് 41.9 ലക്ഷവും പട്ടികജാതി വികസനത്തിന് 1.45 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ശ്മശാന നിർമ്മാണം, കുറുമ്പിലാവ് GLPSൽ ഓഡിറ്റോറിയം നിർമ്മാണം എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷയായി. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KR പ്രജിത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമതി സുബ്രഹ്മണ്യൻ, KS ഗിരീഷ്, PK സുനീല, സെക്രട്ടറി ജോയ്സി വർഗീസ് എന്നിവർ സംസാരിച്ചു. വരുന്ന സാമ്പത്തിക വർഷത്തെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രതീക്ഷിത വരവ് ചെലവുകളുടെ സംക്ഷിപ്ത രൂപരേഖയാണിത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസന ലക്ഷ്യത്തിലേക്ക് കാർഷിക വികസനം, പശ്ചാത്തല വികസനം, പുതിയ റോഡുകൾ, മാലിന്യ സംസ്കരണം, ഭവന നിർമ്മാണം, കലാകായിക രംഗം എന്നിവയ്ക്ക് ഊന്നൽ നൽകി യഥാർത്ഥ ബോധ്യത്തിലൂന്നിയുള്ള ഒരു ബജറ്റാണ് ഈ ഭരണസമിതി മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഉൽപാദന മേഖല, കൃഷിയും അനുബന്ധ മേഖലകളും, കർഷകർക്കൊപ്പം കരയാൻ പ്രകൃതി മാത്രമേ ഉണ്ടാവൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് മതിലകം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരിപ്പിച്ചു. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. കാഞ്ഞാണി ആനക്കാട് പൊതുശ്മശാനം റോഡിന്റെ മുഴുവൻ ഭാഗവും ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.